ഈ നാടകം ഇനിയും ആവർത്തിക്കരുത്. കർത്താവിൻ്റെ ഹൃദയത്തെ വീണ്ടും കുത്തിപ്പിളർക്കരുത്. അഭിനയിച്ചവർ തകർത്തഭിനയിച്ചു. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ആ നാടകം എല്ലാ വാർത്താ ചാനലുകളും മത്സരിച്ച് സംപ്രേഷണം ചെയ്തു. നാടകം കണ്ട വിശ്വാസികൾ അമ്പരന്നു. അവരുടെ ഹൃദയം പിടഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു ഈ നാടകം? മാധ്യമങ്ങളെയെല്ലാം അതിരാവിലെ തന്നെ വിളിച്ചുണർത്തി വിശുദ്ധ കുർബാനയെ അവഹേളിക്കുക. സാത്താൻ ആരാധകർ പോലും മറഞ്ഞു നിന്ന് ചെയ്യുന്ന പ്രവൃത്തി മാധ്യമ കണ്ണുകൾക്ക് മുൻപിൽ പരസ്യമായി ചെയ്യുക. ഇത് ചെയ്തവർ അറിയുന്നുണ്ടോ? അവർ ജീവനുള്ള ദൈവത്തിൻ്റെ കാൽവരി ബലിയെ പരസ്യമായി അവഹേളിക്കുകയാണെന്ന്. ഒരുപക്ഷെ അവർക്കറിയില്ല എങ്കിലും അതിന് ഒത്താശ ചെയ്തവർക്ക് അത് തീർച്ചയായും അറിയാം. വിജയിക്കാനുള്ള ഈ പോരാട്ടത്തിൽ ലക്ഷ്യം ഇത്തരം മാർഗങ്ങളെ സാധൂകരിക്കുമോ? അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ മാഹാത്മ്യം അറിയാത്തവരല്ലല്ലോ നാം. മാലാഖമാർ പോലും ഭയന്ന് വിറയ്ക്കുന്ന വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ അൾത്താരയിൽ കയറി നിന്ന് അതിക്രമം പ്രവർത്തിക്കുന്നതിനെ എന്തു പേരിട്ട് വിളിക്കും? കർത്താവിൻ്റെ തിരുസഭയിലെ ഏറ്റവും പരിശുദ്ധമായ കൂദാശ കർത്താവിൻ്റെ പ്രതിപുരുഷനായ വൈദികനാൽ അർപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ മാഹാത്മ്യവും വലുപ്പവും അറിയാത്ത മാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ദിവ്യബലിയെ നിന്ദിക്കുമ്പോൾ നാടകത്തിൽ തകർത്തഭിനയിച്ച നിങ്ങൾ എന്തു നേടി? പക്ഷെ നഷ്ടം ഏറെയുണ്ട്. പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര നഷ്ടം. കാരണം നിങ്ങൾ അവഹേളിച്ചത് കർത്താവിനെയാണ്. നിങ്ങൾ പീഡിപ്പിച്ചത് ക്രിസ്തുവിനെയാണ്. ഒന്നേ പറയാനുള്ളൂ, ഈ നാടകം ഇനിയും ആവർത്തിക്കരുത്. നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കരുത്. നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തെ വീണ്ടും വീണ്ടും കുത്തിപ്പിളർക്കരുത്. നമ്മുടെ ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ സഭയെ, കുടുംബങ്ങളെ, തലമുറയെ നാശത്തിലേക്ക് വലിച്ചഴിക്കും. ഇതെല്ലാം കാണുമ്പോൾ വിശ്വാസികളായ സഭാമക്കൾ എന്തു ചെയ്യണം? നമ്മുടെ കർത്താവിനെ അധികമായി സ്നേഹിക്കണം. സഭയ്ക്കും സഭയെ അവഹേളിക്കുന്നവർക്കും വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് സഭയെ ശക്തിപ്പെടുത്തും, സഭയെ ഐക്യത്തിൽ വളർത്തും.